യമനിലേക്ക് മുആദിനെ നിയോഗിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ പ്രായപൂർത്തി എത്തിയ പുരുഷനും അവർക്കാണ് നികുതി ഇട്ടത് 1 ദീനാർ, വർഷത്തിൽ 1 ദീനാർ. ചില ആളുകൾ പറയും മുസ്ലിമീങ്ങൾ ഇസ്ലാമിക ഗവൺമെൻറ്റിന് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ആ മുസ്ലിമീങ്ങൾ സക്കാത്ത് കൊടുക്കില്ല, അതിന് പകരമായിട്ടാണ്. അതിന് പകരമല്ല, സക്കാത്തിന് പകരാവില്ല ഒരിക്കലും നികുതി അല്ല ഈ ജിസിയ കണ്ടോ. ഒരു അമുസ്ലിം പൗരൻ അത് എല്ലാവർക്കും ഇല്ല. സക്കാത്ത് സ്ത്രീകൾക്കുണ്ട്, അവരുടെ സ്വത്തിനുണ്ട്. സക്കാത്ത് കുട്ടികളുടെ സ്വത്തിനുണ്ട്. സക്കാത്ത് അനാഥകളുടെ സ്വത്തിനുണ്ട്. അത് നിസാബ് എത്തിയിട്ടുണ്ട് എങ്കിൽ ഇവർക്കൊക്കെ സക്കാത്തുണ്ട്. വൃദ്ധന്മാർ അവർക്ക് സക്കാത്തുണ്ട്. സക്കാത്തിന് നൽകാൻ അർഹരായ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ആബാലവൃദ്ധം ജനങ്ങൾക്ക് സക്കാത്ത് ബാധ്യതയാണ്. അതൊരു ദീനാറിൽ പരിമിതമല്ല. പിന്നെയോ സക്കാത്തിന്റെ നൽകാനുള്ള സ്വത്ത് എത്രമേൽ ബഹുലമാണോ കൂടുതലാണോ അതിനനുസരിച്ച് സക്കാത്ത് കൂടും. എന്നാൽ ജിസിയ അത് അർഹിക്കുന്നവരിൽ നിന്ന് 1 ദീനാർ, വർഷത്തിൽ 1 ദീനാർ. അതാണ്, അത് കൂടുന്ന പ്രശ്നമല്ല. അത് സ്ത്രീകൾക്കില്ല, കുട്ടികൾക്കില്ല, വൃദ്ധജനങ്ങൾക്കില്ല. പിന്നെ അവരിൽ യോദ്ധാക്കളായി കായിക ബലം ഉള്ള ആളുകൾക്ക് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു താരതമ്യം? സക്കാത്തിന് പകരമാണ് ജിസിയ എന്ന് പറയാം. മുസ്ലിമീങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അമുസ്ലിം പൗരന്മാർ ഇസ്ലാമിക നാടുകളിൽ അവർ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ആനുകൂല്യങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്നതിനാൽ സക്കാത്തിന് പകരമാണ് ജിസിയ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും താരതമ്യം ശരിയല്ല. കാരണം ജിസിയ തുലവും കുറവാണ്, പരിമിതമായ ആളുകളിലാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭരണകാലത്ത് ഖിലാഫത്തിൽ യമനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച 1 ദീനാർ തന്നെ അവിടെ നിലനിർത്തി, അതാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ അഹ്ലു സവാദ് എന്ന് പറഞ്ഞാൽ ഇറാഖിലെ ആളുകൾ, അതേപോലെ അൽ ഫുറാത്തിയ എന്ന് പറയും യൂഫ്രട്ടീസ് ഭാഗങ്ങളിലുള്ള ആളുകൾ, സിറിയൻ ദേശത്തുകാർ, ഈജിപ്തുകാർ, അവരിൽ നിന്നൊക്കെ ജിസിയ സ്വീകരിച്ചപ്പോൾ അതിലേറ്റക്കുറച്ചിലുണ്ടായിരുന്നു. അഹ്ലു സവാദിൽ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ പിന്നെ ഇന്നത്തെ ഇറാഖിൻ്റെ ദക്ഷിണ ഭാഗം, അതാണ് അഹ്ലു സവാദ്. അന്ന് അവരിൽ ധനികരിൽ നിന്ന് ഉമർ ഈടാക്കിയിരുന്ന ജിസിയ ധനികരിൽ നിന്ന് 48 ദിർഹമാണ്. 48 ദിർഹം. അവരിൽ മധ്യമ നിലവാരത്തുകാരിൽ നിന്ന് 24 ദിർഹം, നിർധനരിൽ നിന്ന് 12 ദിർഹം. അതും ഈ പറയപ്പെട്ട അളവിലുള്ള പുരുഷന്മാരിൽ നിന്ന്. സമ്പന്നരാണോ 48 ദിർഹം, അതൊരു വലിയ സംഖ്യയല്ല, ദിർഹമാണ്. ഇടത്തരക്കാരിൽ നിന്ന് 24 ദിർഹം, സാധു ജനങ്ങളിൽ നിന്ന് 12 ദിർഹം വർഷത്തിലൊരിക്കൽ. ഫുറാത്തിയ നാടുകളിൽ നിന്ന് ഉമർ 4 ദീനാർ, 2 മുദ്ദ് ബുർറ്. 2 മുദ്ദ് ബുർറ് എന്ന് പറഞ്ഞാൽ ഒരു മുദ്ദ എത്ര? 2 മുദ്ദ് ബുർറ്. പിന്നെ അല്പം അസൽ, അതേപോലെ തന്നെ സെമിൻ, നെയ്യ്, ഇതൊക്കെയായിരുന്നു. കാരണം അവിടെ അവരുടെ വരുമാനങ്ങൾ ഇതൊക്കെയായിരുന്നു. കർഷകരാണ്, ഗ്രാമീണരാണ്, അതേപോലത്തെ ആളുകളാണ്. അപ്പം അവരിൽ നിന്ന് സ്വീകരിച്ചിരുന്നത് ഇതൊക്കെയായിരുന്നു ജിസിയയായി. ഷാമുകാരിൽ നിന്ന് ഫുറാത്ത ഈ നാടുകളിൽ നിന്ന് സ്വീകരിച്ചതുപോലെ ഉമർ സ്വീകരിച്ചു. പക്ഷേ അവിടെ മുസ്ലിം സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ ബൈസാൻഡിയ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ പ്രത്യാക്രമണം നിലനിൽക്കുന്ന നാടായിരുന്നതുകൊണ്ട് തന്നെ മുസ്ലിം സൈന്യം അവിടെയായിരുന്നു. അതുകൊണ്ട് മുസ്ലിം സൈനികർക്കുള്ള ഭക്ഷണം അത് ഉമർ വ്യവസ്ഥ വെച്ചിരുന്നു ജിസിയയായിട്ട്. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളായിട്ട് വല്ലവരും അവിടെ സന്ദർശകരാവുകയാണെങ്കിൽ 3 ദിവസത്തെ ദിയാഫയും, അന്നത്തെ അറബികളുടെ ഒരു ആതിഥ്യ മര്യാദ ഉണ്ടല്ലോ, ഇന്നത്തേതുപോലെയല്ല. അന്ന് അതിഥികളായി വരുന്നവരെ സൽക്കരിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ ലോഡ്ജുകൾ, ഹോട്ടലുകളൊന്നും സുലഭമല്ല. അതുകൊണ്ട് തന്നെ ഓരോ വീടുകളും മുസ്ലിം വീടുകളാണെങ്കിൽ അല്ലെങ്കിൽ അറേബ്യൻ ഗോത്രങ്ങൾ അവരുടെ ഒരു പതിവാണ് ആതിഥ്യ മര്യാദ എന്നുള്ളത്. മനസ്സിലെ? അപ്പൊ ഈ അമുസ്ലിമീങ്ങളും ആ ഒരു ആതിഥ്യ മര്യാദ പുലർത്തണം. ഇതൊക്കെയായിരുന്നു ജിസിയായിട്ട് നിശ്ചയിച്ചിരുന്നത് ഉമർ. ഈജിപ്തിൽ ഉമർ ഇതോടൊപ്പം ഖംഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോതമ്പ് അല്ലെങ്കിൽ ചോളം, അത് ജിസിയയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ആരിൽ നിന്നാണോ ജിസിയ കൊണ്ടിരുന്നത് ആ ആളുകളുടെ അവസ്ഥയെ പരിഗണിച്ചിരുന്നു ഭരണാധികാരികൾ. അവർക്ക് എത്രയാണോ ചെയ്യാൻ കഴിയുന്നത് അതായിരുന്നു അവരോട് ഈടാക്കിയിരുന്നത്. അതിനൊക്കെ ഈ ഭരണാധികാരികളെ
നിർബന്ധിപ്പിച്ചതും അവർക്ക് പ്രേരണയായതും അവരെ പേടിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയാണ്. അതെന്താണ്? മൻ ളലമ മുആഹിദൻ അവ ഇൻതഖസഹു ഔ കല്ലഫഹു ഫൗക മാ യുതീഖ് ഔ കല്ലഫഹു ഫൗക മാ യുതീഖ്. അവന് കഴിയാത്തത് അവന്റെ മേൽ ബാധ്യതയാക്കിയിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോക കോടതിയിൽ ഇയാൾക്കെതിരിൽ അവിടെ തർക്കിക്കും, വാദിക്കും. ആർക്ക്? ഈ ബാധ്യത ചുമത്തിയ മുസ്ലിമിനെതിരിൽ, ഭരണാധികാരിക്കെതിരിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് കുറേ സ്വത്ത് ജിസിയയായി വന്നു, കുറേ സ്വത്ത് വന്നു. ഈ സ്വത്തുക്കൾ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഹൽ അഹ്ലക്തുമുന്നാസ്, നിങ്ങൾ ആളുകളെ നശിപ്പിച്ചോ എന്ന് ചോദിച്ചു. കാരണം ഇത്രമാത്രം സ്വത്ത് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ കൊണ്ടുവന്ന മുസ്ലിമീങ്ങൾ പറഞ്ഞു, മാ അഖദ്നാ ഇല്ലാ സഫ്വൻ വഅഫ്വൻ, ഞങ്ങൾ അഫുവായിട്ടും സഫുവായിട്ടും മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അഫു എന്ന് പറഞ്ഞാൽ തികഞ്ഞ വിട്ടുവീഴ്ച മനസ്ഥിതിയിൽ, സഫ്വൻ എന്നുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട സ്വത്ത് മാത്രം, അന്യായമായി ഒന്നുമില്ല. അഫ്വൻ സഫ്വൻ മാത്രമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ്, നിങ്ങൾ സൗത്തും ബൗത്തും ഉപയോഗിച്ചാണോ ഇത് സ്വീകരിച്ചത് എന്നാണ്, ഇത് കൊണ്ടത് എന്നാണ്. സൗത്ത് എന്ന് പറഞ്ഞെങ്കിൽ ചമ്മട്ടി, ബൗത്ത് എന്ന് പറഞ്ഞാൽ ബലാത്കാരം. അപ്പൊ സൗത്തും ബൗത്തും വിനിയോഗിച്ചിട്ടുണ്ടോ? ഉമറിന്റെ പ്രയോഗമാണ്. അപ്പൊ അവർ പറയാനില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയണം, അൽഹംദുലില്ലാഹ്, എൻ്റെ കയ്യാൽ എൻ്റെ ഭരണത്തിൽ ഒരു അന്യായം വന്നില്ല എന്നതിനാൽ അൽഹംദുലില്ലാഹ് ഉമർ പറഞ്ഞു എന്ന്. എന്തിനാ ജിസിയയുടെ വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രതികരണം ഉമറിൽ നിന്ന്? ഉമൈർ ഇബ്നു സഅദ് അൽ അൻസാരി ചില ആളുകളെ അവർ ജിസിയ നൽകാത്തതിനാൽ വെയിലിൽ നിർത്തിയെന്നാണ്, വെയിലത്ത് നിർത്തി. അപ്പോഴാണ് ഹിഷാം ഇബ്നു ഹക്കീം അവിടെ വരുന്നത്. അദ്ദേഹം ചോദിച്ചു, ഹിഷാം ഇബ്നു ഹക്കീം ചോദിച്ചു, എന്തിനാണ് ഈ ആളുകൾ വെയിലത്ത് നിർത്തപ്പെട്ടത്? അപ്പോൾ ഉമൈർ ഇബ്നു സഅദ് പറഞ്ഞു, അവർ ജിസിയ തരുന്നില്ല, ജിസിയക്ക് കൂട്ടാക്കണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഹിഷാം ബിൻ ഹക്കീം ഓതിയത് ഒരു തിരുമൊഴിയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇന്നല്ലദീ യുഅദ്ദിബുന്നാസ ഫിദ്ദുനിയ യുഅദ്ദിബുഹുമുല്ലാഹു ഫിൽ ആഖിറ, ദുനിയാവിൽ മനുഷ്യരെ പീഡിപ്പിക്കുന്നവരെ അന്ത്യനാളിൽ അള്ളാഹു പീഡിപ്പിക്കും എന്ന ഹദീസ് ഓതിക്കൊണ്ട് അതോടുകൂടി ഫഖല്ലാ സബീലഹും, ഉമൈർ ഇബ്നു സഅദ് ഈ ആളുകളെ മുഴുവൻ മോചിപ്പിച്ചു എന്നാണ്. ആ ഒരു താക്കീത് അവിടെ ഓതപ്പെട്ടത് കേൾക്കുകയായപ്പോൾ എന്നാണ്. ജിസിയ അത് അർഹിക്കുന്നവരിൽ നിന്ന് സ്വീകരിക്കുന്ന വിഷയത്തിൽ നമ്മുടെ പൂർവികരായ മുൻഗാമികൾ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവുറ്റ സഹാബത്ത് അവർ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ, അവരുടെ പെരുമാറ്റങ്ങൾ, ഇതാണ് സഹോദരന്മാരെ നമ്മളിവിടെ വായിക്കുന്നത്.